സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് റുബ്രിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറയാൻ ഇപ്പോഴുണ്ടായ പ്രധാനപ്പെട്ട കാരണം സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് പല ദൈവശാസ്ത്രജ്ഞന്മാരും റുബ്രിക്സ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് പ്രസ്താവനകൾ എഴുതുന്നത് ഞാൻ കണ്ടു. അതായത് ടെക്സ്റ്റിന് പ്രാധാന്യം കൊടുത്താൽ മതി, റുബ്രിക്സിന് പ്രാധാന്യം കൊടുക്കണ്ട. അപ്പോൾ അനേകം ആളുകൾ എന്നോട് ചോദിച്ചു, ഈ റുബ്രിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം അവർക്ക് മനസ്സിലാവണില്ല എന്താണ് ഈ റുബ്രിക്സ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, ഇത് കുർബാന തർക്കത്തിലെ ഒരു കക്ഷിയായിട്ട് ഞാൻ മാറുന്നില്ല, എന്നോട് ചോദ്യം ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രം റുബ്രിക്സ് എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. അതിൽ ഏറ്റവും അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞ ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഫാദർ സെബാസ്റ്റ്യൻ പൈനാടത്താണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവശാസ്ത്രജ്ഞന്മാരെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദൈവശാസ്ത്രജ്ഞന്മാരെ സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ആളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം 1985 തോന്നുന്നു, എനിക്ക് 25 വയസ്സുള്ള സമയത്ത് സെബാസ്റ്റ്യൻ പൈനാടത്തച്ഛൻ ഞങ്ങൾക്ക് വന്ന് ഒരു ക്ലാസ് എടുത്തു കോളേജിലെ അധ്യാപകർക്ക് വേണ്ടി. അതിൽ അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു അനേകം രക്ഷകരിൽ ഒരു രക്ഷകനാണ്. ഇന്ത്യയിൽ അതൊരു കാലഘട്ടത്തിൽ ദൈവം രാമനായി അവതരിപ്പിച്ചു, വേറൊരു കാലഘട്ടത്തിൽ കൃഷ്ണനായി അവതരിച്ചു, വേറൊരു കാലഘട്ടത്തിൽ ക്രിസ്തുവായിട്ട് അവതരിച്ചു. എത്രയുള്ള വ്യത്യാസം. അപ്പം അന്ന് ഞാൻ അച്ഛനെ ചോദ്യം ചെയ്തു. അത് അച്ഛൻ്റെ അഭിപ്രായം മാത്രമായിട്ട് പഠിപ്പിക്കാം, അല്ലാതെ സഭയുടെ അഭിപ്രായം അങ്ങനെയല്ല. യേശു ക്രിസ്തു അനേകം രക്ഷകരിൽ ഒരു രക്ഷകനല്ല. യേശു ക്രിസ്തു ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഏക നാമമാണെന്നാണ് സഭകൾ, വ്യത്യസ്ത സഭകൾ, അത് പെന്തക്കോസ്റ്റലായാലും എല്ലാ വിഭാഗക്കാരും പഠിപ്പിക്കുന്ന അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് തിരിച്ച് എൻ്റെ വികാരി അച്ഛനോട്, അന്ന് ഇഗ്നേഷ്യസ് ചാലിശ്ശേരിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞ് എന്താണ് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഇവർ വിളിച്ച് പറയണേ. അപ്പം അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഫ്രാൻസിസ് മാഷെ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 4 കൊല്ലം കുറച്ച് കാര്യം പഠിക്കും, പിന്നത്തെ 4 കൊല്ലം അതേ കാര്യം തന്നെ പഠിക്കുള്ളൂ, പിന്നത്തെ 4 കൊല്ലം വീണ്ടും അതേ കാര്യം തന്നെ പഠിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട് ഞങ്ങൾക്ക്. പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കുന്നത് തന്നെയാണ് ഡിഗ്രിക്ക് പഠിപ്പിക്കുക, ഡിഗ്രിക്ക് പഠിപ്പിക്കുന്നത് തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിപ്പിക്കുക. അത് അതിൻ്റെ ഡെപ്ത് കൂട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു എന്നോട്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം നന്നായിട്ട് അറിയാം, ഇപ്പം ഉള്ളവർ 1000 കാര്യം പഠിക്കും, പക്ഷെ ഒറ്റ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടുള്ള തെറ്റുകളാണ് ആ 80കളിൽ ഇറങ്ങിയിട്ടുള്ള അച്ഛന്മാർക്ക് വരുന്ന പ്രധാനപ്പെട്ട തെറ്റ് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അതിപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ദൈവശാസ്ത്രജ്ഞന്മാരെ ഞാൻ എല്ലാവരും ഇതുപോലെയല്ല, സംശയദൃഷ്ടിയോട് കൂടിയിട്ട് കാണുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ റുബ്രിക്സ് എന്ന വാക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. റുബ്രിക്സ് എന്ന വാക്കിൻ്റെ ഡയറക്റ്റ് അർത്ഥം ചുവന്ന അക്ഷരത്തിൽ എഴുതിയ സംഭവങ്ങൾ എന്നാണ്. ഇത്രയും അർത്ഥമുള്ളൂ, റെഡ് ലെറ്റേഴ്സ്. അത് നിങ്ങൾ കുർബാനയുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ബ്ലാക്ക് ലെറ്റേഴ്സും കാണാം, റെഡ് ലെറ്റേഴ്സും കാണാം. ആ റെഡ് ലെറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് റുബ്രിക്സ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല എന്ന് അധ്യാപകനായ എനിക്കറിയാം. അപ്പോൾ റുബ്രിക്സിൻ്റെ പശ്ചാത്തലം വരുന്നത് നാടകകലയെന്നാണ്. നാടകകലയിൽ ഒരു വാക്ക് ഉപയോഗിക്കും, അതിൻ്റെ പേര് ഇതാണ്, രംഗസജ്ജീകരണം എന്നാണ്. ആ രംഗസജ്ജീകരണം
ഹോളി ലിറ്റർജിയുടെ ഭാഗമാണ്, പരിശുദ്ധ ആരാധനയുടെ. അപ്പോൾ ഈ രംഗസജ്ജീകരണം അതാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഇന്ന വീട്ടിലെ വലിയ മാളിക മുറി നിങ്ങൾ പെസഹാക്കായി ഒരുക്കുകയും. അപ്പോൾ കുർബാന ഒരു നാടകമാണോ? കുർബാന നാടകമല്ല, പക്ഷെ നാടകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രംഗസജ്ജീകരണമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റുബ്രിക്സ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. കാരണം അതിൽ പല ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നാടകകലയിൽ സെക്കുലർ ലോകത്തെക്കുറിച്ചുള്ള ഒരു അറിവുള്ള ആൾക്ക് മാത്രമേ ഈ റുബ്രിക്സ്, വെറുതെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും മാത്രം പഠിച്ചാൽ പോരാ, മറ്റു കലകളെക്കുറിച്ചും എസ്തെറ്റിക്സും അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് അറിയാവുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം നാടകകലയിൽ രംഗസജ്ജീകരണത്തിനുള്ള അതേ പ്രസക്തി ഈ വിശുദ്ധ കുർബാനയുടെ അകത്തുണ്ട്. ഈ വിശുദ്ധ കുർബാന എന്ന് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ തെറ്റാണ്. കാരണം സഭാരേഖകളിൽ ഒരിക്കലും ഹോളി കുർബാന എന്ന് കാണില്ല. ഒഫീഷ്യൽ രേഖകളിലൊക്കെ ഹോളി ലിറ്റർജി എന്നാ കാണുള്ളൂ, പരിശുദ്ധ ആരാധന. അതിനൊരു കാരണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബലി അന്നത്തോടു കൂടി അവസാനിച്ചു, ഇനി ആരാധന മാത്രമേ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരാം. ഈ റുബ്രിക്സിനെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു വാക്ക് ഞാൻ പറയാം. ഞാൻ കൊച്ചുകുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അവർക്ക് 5 വയസ്സുള്ള 1-ാം ക്ലാസ്സിലെ കുട്ടികളാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരിരുന്ന് വർത്തമാനം പറയാണ്. അപ്പം ഞാൻ അവരോട് പറയാണ്, ഡോണ്ട് ടോക്ക്, വർത്തമാനം പറഞ്ഞൊന്നും കടി കിട്ടും കേട്ടാ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾക്ക് അടി കിട്ടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ ഇങ്ങനെ കുലുക്കുന്നു, കണ്ണൊക്കെ ഉരുട്ടിയിട്ട്. അപ്പോൾ അവർ കുറച്ച് നേരത്തേക്ക് മിണ്ടാതാവും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ കൈ ഉയർത്തുന്നു, വടി കാണിക്കുന്നു, കണ്ണുരുട്ടുന്നു, എൻ്റെ ടോൺ ഞാൻ എന്ത് ചെയ്യുന്നു, കനപ്പിക്കുന്നു. വർത്തമാനം പറഞ്ഞ അടി കിട്ടും കേട്ടോ. അപ്പം മുഖഭാവമുണ്ട്, കയ്യിൻ്റെ ആക്ഷനുണ്ട്, സ്വരത്തിൻ്റെ സ്ട്രെസ് ഉണ്ട്, ആ വാചകമുണ്ട്. ഇനി അതൊന്നും ഇല്ലാതെ, കൈയില്ല, വടിയില്ല, സ്ട്രെസ്സില്ല, ഞാൻ പറയാണെന്ന് കരുത്, വർത്തമാനം പറഞ്ഞ അടി കിട്ടും കേട്ടാ, ആ കുട്ടികളിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവും. ഇതാണ് ഇങ്ങനെ പറയാൻ ഒരു അധ്യാപകന് അനുവാദം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട. ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ വാചകം മാത്രമായിട്ട് അതിൽ യാതൊരു അർത്ഥമില്ല. വാചകമുണ്ട്, ഒരു ടൂളുണ്ട്, ഒരു ആക്ഷൻ ഉണ്ട്, ഒരു സ്ട്രെസ് ഉണ്ട്. ടെക്സ്റ്റിൽ വാചകം മാത്രമേ ഉണ്ടാവുള്ളൂ. ടെക്സ്റ്റിൽ സ്ട്രെസ് ഇല്ല, ടെക്സ്റ്റിൽ ആക്ഷൻ ഇല്ല, ടെക്സ്റ്റിൽ ടൂളില്ല. അപ്പോൾ വാചകം മാത്രം ഉള്ളതാണ് ടെക്സ്റ്റ്. ബാക്കിയുള്ളതിന് പറയുന്ന പേരാണ് രംഗസജ്ജീകരണം അഥവാ റുബ്രിക്സ്. ആ ആക്ഷനെ കുറിച്ച് നാടകത്തിലുണ്ടാവും, എങ്ങനെ ആക്ട് ചെയ്യണം, എല്ലാം നാടകത്തിലുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇവിടെ പരിശുദ്ധ ആരാധനയെ സംബന്ധിച്ചും പരിശോധിച്ച് നോക്കിയാൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് ടെക്സ്റ്റിൽ നിന്ന്, ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ ഇപ്പോൾ സമരം ചെയ്യുന്ന ഒരാൾക്കാർ പറയാണെന്ന് കരുതുക, ഞങ്ങളിൽ 1 തട്ടുകൾ ഇച്ചാൽ നിങ്ങളിൽ 10 തട്ടും ഞങ്ങൾ എന്ന് പറയാണ്. അങ്ങനെ ഞാൻ പറയുന്നു, ഞാൻ പാരം പറയുന്നു, ഞങ്ങളിൽ 1 തൊട്ട് കളിച്ചാൽ നിങ്ങളിൽ 10 തട്ടും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റ് ഉള്ളത്? അപ്പം മീനിങ് ഫുള്ളായിട്ട് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോൺ വേണം, ആക്ഷൻ വേണം, മറ്റു ചില ടൂൾസ് വേണം, സജ്ജീകരണങ്ങൾ വേണം. ഇതാണ്. അപ്പോൾ ടെക്സ്റ്റ് കഴിച്ച് ബാക്കിയുള്ളതിനെ വിളിക്കുന്ന പേരാണ് രംഗസജ്ജീകരണം. അതിനെ ഒരു പരിശുദ്ധ ആരാധനയിൽ വിളിക്കുന്ന പേരാണ് റുബ്രിക്സ്. അപ്പോൾ ഈ റുബ്രിക്സിന് പ്രത്യേകതകളുണ്ടോ? അതറിയണമെങ്കിൽ ഞാൻ വിശുദ്ധ കുർബാന, പരിശുദ്ധ ആരാധനയുടെ സെൻട്രൽ ഇതിലേക്ക് നമുക്ക് പോകാം. ആ സെൻട്രൽ ഇതിലേക്ക് പോവുകയാണെങ്കിൽ
പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ലത്തീൻകാരുടെ കുർബാന തന്നെ നമുക്ക് ചെല്ലിയാൽ പോരെ. ഞാൻ എല്ലാ കുർബാനയ്ക്കും പോകാറുണ്ട് കേട്ടോ. ഞാൻ ലാറ്റിൻ പള്ളിയിലും കുർബാനയ്ക്ക് പോവും, സീറോ മലബാർ പള്ളിയിലും കുർബാനയ്ക്ക് പോവും. ഞായറാഴ്ചകളിലും ആഘോഷമുള്ള ദിവസങ്ങളിലും കാലത്ത് കുർബാനയ്ക്ക് പോകാൻ ഒഴിവുണ്ടെങ്കിൽ അത് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ പോകും. അപ്പം ചിലർ ചോദിക്കുന്നത് എന്താണ് രണ്ട് വിശുദ്ധ കുർബാനയും തമ്മിലുള്ള, അല്ലെങ്കിൽ പരിശുദ്ധ ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതറിയണമെങ്കിൽ ആ രംഗസജ്ജീകരണം, വിശുദ്ധ കുർബാനയുടെ സെൻറ്ററിൽ എത്തുമ്പോൾ ഒരു ശുശ്രൂഷി പറയുന്ന ഒരു വാചകമുണ്ട്, ഇവിടെ നടക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. അപ്പോൾ വളരെ ഗൗരവമായിട്ട് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് കണ്ടെത്താൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സീറോ മലബാർ കുർബാനയുടെ അകത്ത് വൈദികൻ വരുന്നു, രണ്ട് സ്ഥലത്ത് നിന്ന്, ഒഫീഷ്യലി ഇങ്ങനെയാണ്, ഒരു സ്ഥലത്ത് നിന്ന് യേശുവിൻ്റെ രക്തവും വേറൊരു സ്ഥലത്ത് നിന്ന് യേശുവിൻ്റെ ശരീരവും കൊണ്ടുവരും. ആ കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം തുണി കൊണ്ട് അതിനെ മൂടുന്നു. എന്നാൽ ലാറ്റിൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയാൽ നിങ്ങൾ സൂക്ഷിച്ച് വീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അങ്ങനെ മൂടി വയ്ക്കലില്ലേ. ആ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ മുകളിൽ ഒരു മൂടി കാസയുടെ മുകളിൽ വെച്ചിട്ടുണ്ടാവും, പക്ഷെ മൊത്തം രണ്ടിനും കൂടി കവർ ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അപ്പം എന്താണ് ഇവിടെ കവർ ചെയ്യുന്നത്, എന്താണ് അവിടെ കവർ ചെയ്യാത്തത്? രംഗസജ്ജീകരണത്തെ കുറിച്ചാണ് പറയണത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വൈദികൻ എന്ത് ചെയ്യണു, ഈ മൂടി വെച്ചിട്ടുള്ള ആ തുവാല എടുത്തിട്ട് മടക്കി അരികത്ത് വയ്ക്കും. എന്താണ് അതിൻ്റെ മീനിങ്? റുബ്രിക്സാണ് ഞാനീ പറയുന്നത്, റുബ്രിക്സാണ്. കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ ഇത് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അതിന് രണ്ട് വിശുദ്ധ കുർബാനയിലും തമ്മിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ട്. എന്താണ് മാറ്റം? ലാറ്റിൻ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്, ആരാധന ആരംഭിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നു. ആ പ്രഘോഷണത്തിൽ വിശുദ്ധ പത്രോസ് യേശുവിനെ ആരാധിക്കുന്നത് ഇങ്ങനെയാണ്: നീ സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. അതാണ് ലാറ്റിൻ ആരാധനയുടെ കേന്ദ്രം. അത് പിന്നെ പ്രൊസീഡ് ചെയ്തിട്ട് യേശുവിൻ്റെ പെസഹയിലേക്ക് ചെല്ലാണ്. ആ പെസഹയിൽ യേശുവിൻ്റെ ശരീരവും രക്തവും മുറിക്കുന്നു. അത് കഴിഞ്ഞ് അവർ കാൽവരിയിലേക്ക് പോവാണ്. ഇതാണ് അവിടുത്തെ സീക്വൻസ്. അപ്പോൾ പെസഹയിൽ നിന്ന് കാൽവരിയിലേക്കുള്ള യാത്രയാണ് ലാറ്റിൻ കുർബാനയുടെ സെൻട്രാലിറ്റിയിൽ കിടക്കുന്നത്. എന്നാൽ സീറോ മലബാർ കുർബാനയിലെ വ്യത്യാസം, സെൻറ് തോമസിൻ്റെ ആരാധനയിൽ നിന്നാണ് സീറോ മലബാർ സഭ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ ഓറിയൻ്റൽ അദ്ദായി മാറി ഇങ്ങനെയുള്ള ശിഷ്യന്മാർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് സെൻറ് തോമസ് ട്രഡീഷനിലാണ്. സെൻറ് തോമസ് ട്രഡീഷൻ കാണുന്നത് ഉത്തിതനായ കർത്താവിൻ്റെ അടുത്ത് പോയിട്ടാണ് തോമസ് പറയുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ എവിടേക്കാണ് സീറോ മലബാർ സഭാ വിശ്വാസികൾ എവിടേക്കാണ് ആരാധനയ്ക്ക് പോകുന്നത്? അതാരംഭിക്കുന്നത് യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞതിന് ശേഷം രക്തവും ജലവും വേർപെട്ടു. അതാണ് ഡെത്തിൻ്റെ ലക്ഷണം. അതാണ് ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് രക്തം ഊറ്റി കളഞ്ഞ് വെള്ളം ഊറ്റി കളഞ്ഞ് ബാക്കി ബോഡി മാത്രമേ ഉള്ളെങ്കിൽ ലൈഫ്ലെസ്സാണ്. കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് രക്തത്തിൽ ജീവനുണ്ട്, ജീവൻ രക്തത്തിലാണ്. അതാണ് അവിടുത്തെ സിംബോളിസം. അത് കഴിഞ്ഞ് സീറോ മലബാർ കുർബാന ആരംഭിക്കുന്നത് ശവടുപ്പിലൂടെയാണെന്ന്. അതായത് ബോഡിയും ബ്ലഡും സെപ്പറേറ്റ് ചെയ്തിട്ട് അതും കൊണ്ട് ആഘോഷമായിട്ട് കൊണ്ടുവന്ന് കല്ലറയിൽ കുഴിച്ചിട്ടിട്ട് ശവക്കച്ച കൊണ്ട് മൂടുന്നതാണ് വൈദികൻ ചെയ്യുന്ന ഈ ആക്ഷൻ. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ആ തുവാല ചുരുട്ടി അപ്പുറത്ത് വയ്ക്കണത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബലിയർപ്പിക്കാനായിട്ട് കാൽവരിയിലേക്കാണോ പോകുന്നത് അതോ കബറിടത്തിലേക്കാണോ പോകുന്നത്? അതുകൊണ്ടാണ് സീറോ മലബാർ കുർബാനയുടെ അവസാനം പറയുന്നത് വിശുദ്ധീകരണത്തിൻ്റെ
ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. അപ്പൊ ശവക്കോട്ടയിലേക്കാണ് ഇവർ ചെല്ലണത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ബോഡി കാണാനില്ല. മാത്രല്ല അപ്പുറത്ത് തൂവാല ചുരുട്ടി വെച്ചിരിക്കുന്നു. രണ്ട് കാര്യം പറയുന്നുണ്ട് അവിടെ. യോഹന്നാന്റെ സുവിശേഷത്തില് മേലുണ്ടായിരുന്ന ശവക്കച്ച അവിടെ വീണ് കിടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, മുഖത്തുണ്ടായിരുന്ന തൂവാല അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നു. ആ ചുരുട്ടി വെച്ചിരിക്കുന്നതിന് വേറെ അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ യൂറോപ്യൻസിന്റെ ഭക്ഷണ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ അവിടെ റുബ്രിക്സ് ഉണ്ട് യൂറോപ്യൻ ഭക്ഷണശാലയിൽ. എനിക്ക് സങ്കടം തോന്നുന്നതാണ്, യൂറോപ്പിൽ പഠിച്ച പല ആൾക്കാർക്ക് ഈ ചുരുട്ടി വയ്ക്കുന്നതിൻ്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. യൂറോപ്യൻസ് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരുടെ മേശപ്പുറത്തൊരു തുവാലി ഉണ്ടാവും, നല്ല ഒഫീഷ്യൽ സ്ഥലങ്ങളിൽ. അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ തുവാല എടുത്ത് നീർത്തി മടിയിൽ വയ്ക്കും. എന്തെങ്കിലും കാരണവശാൽ അവർക്ക് അവിടെ നിന്ന് വല്ലയിടത്തേക്കും പോയി എന്തെങ്കിലും സാധനം എടുത്ത് തിരിച്ച് വരാനുണ്ടെങ്കിൽ തുവാല എങ്ങനെ വയ്ക്കും? ഇതാണ് ചോദ്യം. അതായത് ഭക്ഷണത്തിൻ്റെ ഇടയിൽ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവർ ഈ തുവാല മടക്കി വയ്ക്കും. തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അലക്ഷ്യമായിട്ട് വയ്ക്കും. ഇതിൽ നിന്ന് നമുക്ക് ആ ആൾത്താരയിൽ ചെയ്യുന്ന പണിയുടെ അർത്ഥം മനസ്സിലാക്കണം. കാരണം ഉത്തിതനായ യേശുവിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ തുവാല അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അവസാനിപ്പിച്ച് പോവല്ല, ഞാനിനി വീണ്ടും വരും. അപ്പൊ പറയേണ്ട വാക്കുകളൊക്കെ എന്ത് ചെയ്യാണ്? ആക്ഷനിലൂടെ ഇതിലൂടെ അവതരിപ്പിച്ച്. കാരണം ഇത്രയധികം അർത്ഥം എല്ലാ ദിവസവും നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതുപോലത്തെ 1.5 മണിക്കൂർ നേരത്തെ പ്രഭാഷണം ആവശ്യമുണ്ടാവും. അപ്പൊ വിശുദ്ധ കുർബാനയിൽ ആക്ഷൻസിലൂടെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് തിരിച്ച് അറിഞ്ഞതുകൊണ്ടാണ് ആഗോള കത്തോലിക്ക സഭ പറയുന്നത്, അവർക്ക് കൃത്യമായിട്ട് അറിയാം ലാറ്റിൻ മാസിന്റെ ഡിഫറൻസും സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ഡിഫറൻസും ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ അധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് രണ്ടും കൂടുമ്പോഴാണ് സഭ പൂർണ്ണമാകുക എന്ന്. അപ്പോൾ ഇവിടുത്തെ ആരാധനാക്രമ പൈതൃകം നശിപ്പിച്ച് കളയരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ വിശ്വാസികളോടും എൻ്റെ കൂട്ടുകാരായിട്ടുള്ള അച്ഛന്മാരോടും ചോദിച്ചപ്പോൾ അവർക്ക് പലർക്കും അറിയില്ല എന്ന് പറയണേ. അപ്പം അറിവില്ലാത്ത കാര്യത്തെ ഗഹനമായി പഠിക്കാതെ ഇതിനെ കുറച്ച് അച്ഛന്മാർ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ 10,000 അച്ഛന്മാരുണ്ട്, ഞങ്ങളാ തീരുമാനിക്കണേന്ന് പറഞ്ഞിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ മാറ്റാതിരിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് അധികാരമില്ല, അതിനാൽ തന്നെ എനിക്ക് ഉത്തരവാദിത്വമില്ല. റെസ്പോൺസിബിലിറ്റി ആൾവേസ് വിത്ത് പവർ. റെസ്പോൺസിബിലിറ്റി ഈസ് ആൾവേസ് വിത്ത് പവർ. അതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത്. എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലാറ്റിൻ കുർബാനയും സീറോ മലബാർ കുർബാനയും തമ്മിൽ ഇത്ര മൗലികമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം റൂബ്രിക്സിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതാ ശവം വഹിച്ചിട്ട് വരുന്നു, ആ ഡെഡ് ബോഡിയും ബ്ലഡും അവിടെ വെക്കുന്നു, അത് കല്ലറയിൽ മൂടുന്നു, ഉത്താനം ചെയ്യുന്നു. ആ ഉത്താനം ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ട് കച്ച മുഖത്തെ തുവാല ചുരുട്ടി വയ്ക്കുന്നു. അത് ഞാൻ വീണ്ടും വരുന്നു പറയുന്നു. അത് കഴിഞ്ഞ് റൂഹാക്ഷണ പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിറങ്ങുന്നു. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു കാലത്ത് ഈ മാറിയുടെ ഈ അനാഫറയിൽ അല്ലെങ്കിൽ ഈ കൂദാശവചനം ചെല്ലുന്ന ആ ഭാഗത്ത് ഈ കൂദാശവചനം ഇല്ല. അത് ഓപ്ഷണലായിട്ടാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ സീറോ മലബാർ സഭ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? കബറിടത്തിൽ ചെന്ന് തിരിച്ച് പെസഹയിലേക്ക് പോവാണ് സീറോ മലബാർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എവിടേക്ക് പോകണം? റൂഹാക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മാളിക മുകളിൽ പരിശുദ്ധാത്മാവ് വരുന്ന ആ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്.
മറ്റൊരു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അത് പെസഹയിലെ ഭക്ഷണത്തിൽ വരുന്നു, കാൽവരിയിലെ കുരിശുമരണത്തിൽ അവസാനിക്കുന്നു, അവിടെ ബോഡി അടക്കം ചെയ്യുന്നു. ഇതാണ് അവരുടെ ആരാധന. രണ്ടു കൂട്ടർക്കും ബലിയില്ല, ആരാധനയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് റുബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻസ് മാത്രമല്ല, സംഗീതമുണ്ട്. അപ്പോൾ സംഗീതം എന്തിനാണ്? റുബ്രിക്സിന്റെ ഭാഗമാണ് സംഗീതം. അപ്പൊ ഞാൻ മുൻപൊരിക്കൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഇപ്പൊ ചെണ്ടകൊട്ടാണ്, സംഗീതമല്ല, സൈലൻസ് ഉണ്ട്. എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ വിശ്വാസികൾ പലരും സിനിമയൊക്കെ കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കണതെന്ന്. ഇപ്പൊ നിങ്ങൾ പലതരം സിനിമകൾ കാണുമ്പോൾ ആ സിനിമകളിൽ നിങ്ങൾക്ക് കാണാം എന്തിനാണ് മ്യൂസിക്? ഇതാണ് അടുത്ത ചോദ്യം. സിനിമയിൽ മ്യൂസിക് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം 10-50 വർഷമായിട്ട് നാടകത്തിൻ്റെ ഫീൽഡിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് OJ ജോസ് എന്നാണ്. അദ്ദേഹം ഇവിടുത്തെ തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ അടുത്ത് ഒരു ടാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തിനാണ് മ്യൂസിക്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു നടന് ആ നടൻ പറയുന്ന വാക്ക് അതിൻ്റെ സമ്പൂർണ്ണ വികാരത്തോട് കൂടിയിട്ട് ഒരു കാണിയിലെത്തിക്കണം. അങ്ങനെ സമ്പൂർണ്ണ വികാരം വേണമെന്നുണ്ടെങ്കിൽ നടൻ്റെ വാക്കുകൾക്കപ്പുറത്ത് വാക്കുകൾക്കൊരു പരിധിയുണ്ട്. ഞാൻ എൻ്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, അതിൻ്റെ ടോണുണ്ട്. ആ പരിധി വിട്ട് ഒരു വികാരം കേൾക്കുന്ന ആളിൽ വരണമെങ്കിൽ ഈ നായകൻ്റെയോ വില്ലൻ്റെയോ വാചകത്തിൻ്റെ കൂടെ മ്യൂസിക് കയറ്റിയിട്ട് അതിനെ പരിപൂർണതയിൽ എത്തിക്കുകയാണ്. അപ്പൊ നായകൻ നിർണായകമായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ സാംബശിവന്റെ കഥാപ്രസംഗത്തിലൊക്കെ കണ്ടിട്ടില്ലേ, സിംബലും അടി കൊടുക്കണത്. അത് ഈ പറയുന്ന ആളുടെ പറച്ചിലിന് ഇത് ചെയ്യാനാണ്. അപ്പോൾ സെക്യുലറായിട്ടുള്ള ഈ മ്യൂസിക്കൊക്കെ 99% കണ്ടുപിടിച്ചിട്ടുള്ളത് സെക്യുലർ ആൾക്കാരാണ്. അല്ലാണ്ട് ആത്മീയ സംഗീതം എന്ന് പറഞ്ഞൊരു സംഗീതമില്ലേ. ഭൗതിക ലോകത്തിലുള്ള ആൾക്കാർ, ത്യാഗരാജസ്വാമികൾ, അങ്ങനത്തെ ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ള സംഗീതമുള്ളൂ. അത് അവര് സെക്യുലർ എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതും അത് ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കുന്നതുമാണ് ആത്മീയത. അവനവൻ്റെ ലക്ഷ്യത്തിൽ ഉപയോഗിക്കുന്നത് ഭൗതികതയും. അപ്പോൾ ഈ സംഗീതം ചില സിനിമകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, ചില സീനെത്തുമ്പോൾ സൈലൻസാണ്. ചില സീനെത്തുമ്പോൾ സൈലൻസാണ്. അപ്പൊ എല്ലാവരും ഇപ്പോൾ ഒരു നായകൻ വില്ലൻ ഇത് ചെയ്യാൻ വരുന്നു, അപ്പോൾ മ്യൂസിക് ഉണ്ടാവില്ല, കംപ്ലീറ്റ് സൈലൻസ് ആവും. ആ സൈലൻസിൽ വരുമ്പോൾ കാണികളൊക്കെ ഇങ്ങനെ ഇരിക്കും. പരിശുദ്ധ ആരാധനയുടെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഈ ചെല്ലുന്ന അച്ഛന് വാക്കുകളുടെനേക്കാൾ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗീതം വയ്ക്കുന്നത്. ചില സ്ഥലത്ത് സൈലൻസ് വേണം. നിങ്ങൾ ചില പള്ളിയിൽ പോയാൽ കാണാൻ സൈലൻസ് ഉള്ള യാതൊരു സമയവും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, മാർപ്പാപ്പന്മാർ പഠിപ്പിക്കുന്നുണ്ട് കൂദാശാവചനത്തിന്റെ സമയത്ത് ഒരിക്കലും സംഗീതം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പൊ എന്താണ് സംഗീതം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണേ? അവിടെ അച്ഛന് പ്രാർത്ഥന ചൊല്ലുന്നതിൽ പൂർണ്ണത എത്തിക്കാനായിട്ട് സംഗീതം ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ഞാൻ എന്നോട് ചോദിച്ച ആളോട് പറഞ്ഞു, നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നു എന്നാണ്. പക്ഷെ യഥാർത്ഥ പഠനം നടത്തി നോക്കിയാൽ കാണാം 3 രൂപാന്തരീകരണം ഈ പരിശുദ്ധ ആരാധനയിൽ സംഭവിക്കുന്നുണ്ട്. 1, അച്ഛൻ യേശുക്രിസ്തുവായിട്ട് മാറുന്നുണ്ട്. 2, രക്തവും വീഞ്ഞും യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തമായിട്ട് മാറുന്നുണ്ട്, അപ്പവും വീഞ്ഞും. 3, ഇത് സ്വീകരിക്കുന്ന വ്യക്തി യേശുവിൻ്റെ ശരീരവും രക്തമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ എറണാകുളം രൂപതയിലൊക്കെ ഡിസ്കഷനിൽ ഈ സ്പീഷീസിൻ്റെ ട്രാൻസബ്സ്റ്റാൻസിയേഷനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അത് അപൂർണമാണ്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളിലൊരു മാറ്റമില്ല ഇല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളിൽ ചെകുത്താൻ കയറുന്ന ഈ യൂദാസിന്റെ അനുഭവത്തിൽ പറയുന്നുണ്ട്.
ഇവൻ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു എന്നാണ് സഭയുടെ പഠനം. ഞാൻ ഒരിക്കൽ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ ഒരു ലേഖനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നിങ്ങളുടെ ശരീരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അപ്പവും വീഞ്ഞും കഴിക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് മാറുകയും ചെയ്യണം. അപ്പൊ ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം. ആരില്? സ്വീകരിക്കുന്നവനില്ലേ. അപ്പോ അച്ഛൻ യേശു ക്രിസ്തുവായിട്ടാണ് രൂപാന്തരപ്പെടുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ പൂർണ്ണതയിൽ എത്തിക്കാൻ സംഗീതത്തിന്റെ ആവശ്യമുണ്ട്. എൻ്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥനയെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് മനുഷ്യനിർമ്മിതമായ ഒരു ക്രച്ചസിന്റെ ആവശ്യമുണ്ടോന്ന്? ഇല്ല. ആ പ്രാർത്ഥന അതിനാൽ തന്നെ പൂർണ്ണമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ കുർബാന ചെല്ലുന്ന അച്ഛന്മാര് പലരും ഞാനാണ് കുർബാന ചെല്ലുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ അതിയായി ആശിച്ചു എന്നതിൽ പറയുന്നുണ്ട്. ഞാനാണ് ചെല്ലുന്നതെന്ന് ചിന്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ രൂപാന്തരപ്പെടുത്താണ്. പരിശുദ്ധാത്മാവാണ് ഈ വിശുദ്ധ ആരാധനയെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. യേശുവിൻ്റെ അന്നത്തെ ആ പെസഹയോട് കൂടിയിട്ട് ബലി പൂർണ്ണമായി. അത് നമ്മൾ സന്നിഹിതമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അച്ഛന്മാർക്ക് ഇത് തിരിച്ചറിയാണ്ടാകുമ്പോൾ അവരുടെ ആക്ഷനെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് കൊട്ടും പാട്ടൊക്കെ വേണമെന്ന് പറയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ സ്പീഷീസ് മാത്രമല്ല, വൈദികനും സ്വീകരിക്കുന്നവനും രൂപാന്തരപ്പെടുന്നുണ്ട് എന്ന ടോട്ടാലിറ്റിയിലാണ് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ആരാധനാക്രമം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടുത്തെ ചിത്രങ്ങൾക്ക് വല്ല പ്രസക്തിയുണ്ട്. യൂറോപ്പിൽ ഞാൻ പള്ളികൾ കാണാൻ പോയപ്പോൾ പല പഴയ പള്ളികളുടെ അകത്തും ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുകയാണ്. അതായത് സൃഷ്ടിയുടെ ചിത്രം, അബ്രാഹാമിൻ്റെ ബലിയുടെ ചിത്രം, പൂർവ്വയോസേപ്പിനെ കിണറ്റിൽ നിന്ന് എടുത്ത് വിൽക്കുന്ന ചിത്രം, യേശുവിൻ്റെ കാനായിലെ കല്യാണ വിരുന്നിലെ ചിത്രം. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛനോട് ചോദിച്ചു, ഇത് എന്തിനാണ് ഇത് വരയ്ക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അതായത് ആ ബൈബിൾ എൻറ്റയർലി വായിക്കുന്നതിന് പകരം കണ്ടിട്ട്, കാരണം അന്ന് കാലത്തെ ആൾക്കാർക്ക് വായിക്കാൻ അറിയില്ല. ഇന്നും പള്ളിയിൽ വരുന്ന നിരക്ഷരരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വായിക്കാൻ അറിയില്ല. പക്ഷെ അവർ ആ എൻറ്റയർ ബൈബിൾ ഇതിൻ്റെ ഈ ചിത്രങ്ങളിലൂടെ അവരുടെ ഓർമ്മയിൽ കടന്നു വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ആക്ഷനും വിശുദ്ധ കുർബാനയുടെ ടോട്ടാലിറ്റിയിലെ ഇൻ്റഗ്രൽ ഭാഗമാണ്. ഇത് പലരും എനിക്ക് ചില അച്ഛന്മാരൊക്കെ പറയണ കേൾക്കുമ്പോൾ സങ്കടം വരികയാണ്. എന്ത്? റുബ്രിക്സിന് യാതൊരു പ്രാധാന്യമില്ല. ഇവരെവിടെയാണ് പഠിച്ചത്? ആരാണ് ഇവരെ പഠിപ്പിച്ചത്? എന്നാലും ഇവരൊക്കെ വലിയ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് വിലസി നീലക്കുറുക്കൻ രാജാവായിട്ടുള്ള പോലത്തെ ആൾക്കാരാണ് പലരും എന്നാണ് എനിക്ക് വളരെ ദുഃഖത്തോടു കൂടി പറയാനുള്ളത്. അപ്പോൾ റുബ്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ കൂടുതൽ ഓരോന്നിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇനി ഈ സംഗീതം എങ്ങനെയായിരിക്കണം? തോന്നിയ പോലെ ദേവാലയ സംഗീതം ഉപയോഗിക്കണോ? അതോ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലത്ത് കേട്ട അതേ ഗാനം തന്നെയായിരിക്കണം ഇപ്പോഴും കേൾക്കേണ്ടത്. അതറിയണമെങ്കിൽ സംഗീതം എന്ത് തരം സംഗീതമായിരിക്കണം? വളരെ ലളിതമായിട്ടുള്ള ടോൺസ് എന്തിനാണ്? ഞാൻ ആബേലച്ചനെ കുറിച്ച് ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. ഇതാണ്, അദ്ദേഹം ഒരു പാട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് കുട്ടികളെ കേൾപ്പിക്കും. കുട്ടികളെ കേൾപ്പിച്ചിട്ട് കുട്ടികളെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാട്ട് നല്ല പാട്ടാണ്. ഇപ്പൊ ഞാൻ ആബേലച്ചൻ്റെ രചിച്ച ഒരു പാട്ട് ഞാനിങ്ങനെ പാടാം. എനിക്ക് പാടാൻ കഴിവൊന്നുമില്ല. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ.
ആ ഗാനം ഒരു കുട്ടിക്ക് ഒരു 4 പ്രാവശ്യം പാടിയ കുട്ടിക്ക് അത് ഹൃദയസ്ഥാവും. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവിടെ 3 വയസ്സായ കുട്ടിയുണ്ട്, 5 വയസ്സായ കുട്ടിയുണ്ട്. അപ്പോൾ അവിടുത്തെ അവരുടെ അമ്മാമ്മ ജപമാല ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അർണോസ് പാദ്രിയുടെ ഒരു പാട്ട് പാടുകയാണ്. ഇത്തിരി ഹൃദയത്തിൻ്റെ മാസമാണല്ലോ. എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപിയുള്ളിൽ, എന്തോ നീ തിരഞ്ഞു വന്നു. അപ്പൊ ഈ അമ്മാമ്മ പാടുമ്പോ ഈ 3 വയസ്സായ കുട്ടിയും 6 വയസ്സായ കുട്ടിയും ഈ പാട്ട് അമ്മാമ്മയുടെ ഒപ്പം പാടുകയാണ്. അപ്പൊ ഞാൻ ആ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മ ഈ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ അമ്മാമ്മ എന്നോട് പറയാം, അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലേ, ഞാൻ 4 ദിവസം ചെല്ലുമ്പോഴേക്കും എന്നെക്കാട്ടിലും നന്നായിട്ട് ഈ കുട്ടികൾ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് സംഗീതം അറിയാവുന്നവര്, അല്ലെങ്കിൽ മനുഷ്യനെ അറിയാവുന്നവര്, വെറുതെ ബൈബിളും തത്വശാസ്ത്രം അറിയാവുന്നവരല്ല. ഇഫ് യു നോ ഹ്യൂമൻ ബീയിങ്, ശരിക്കും തത്വശാസ്ത്രത്തിന്റെ അർത്ഥം റിയാലിറ്റിയെ കുറിച്ചുള്ള പഠനം എന്നാണ്. മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവുണ്ട്, കുട്ടി എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ ഡിസൈൻ ചെയ്തിട്ടുള്ള, ചിട്ടപ്പെടുത്തിയിട്ടുള്ള സംഗീതത്തിന്റെ ഇഫക്റ്റാണ്. അപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞു, ആബേലച്ഛൻ്റെ പാട്ട് അത്ര നല്ല പാട്ടൊന്നുമല്ല, കാരണം ഈശ്വരനെ ഞാൻ അവിടെ തിരഞ്ഞ് ഇവിടെ തിരഞ്ഞ് അവസാനം എൻ്റെ ഉള്ളിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഞാൻ ആ അച്ഛനോട് ചോദിച്ചു, എൻ്റെ പൊന്നച്ഛ, ഈ ആബേലച്ഛന് ഈ പാട്ട് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയുമെന്ന് ചോദിച്ചു. അത് മാഷിക്ക് എങ്ങനെ അറിയണമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ ഒരു കൺഫെഷൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ ഉള്ളിലേക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ സെൻ്റ് അഗസ്റ്റിൻ്റെ ദൈവാന്വേഷണത്തിൽ ഏറ്റവും അവസാനം കണ്ടെത്തിയതാണ്, ഹൃദയമാണ് ഈശ്വരൻ്റെ വാസസ്ഥാനം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. അതാണ് അച്ഛൻ കവിതയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പള്ളിയിലെ ദേവാലയ സംഗീതം റുബ്രിക്സിൻ്റെ ഭാഗമാണ്. ആ സംഗീതം കുട്ടി തൊട്ടുള്ളവർക്ക് മനസ്സിലാവണം. ഇനി ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഞാൻ 5 വയസ്സ് വരെ കേട്ടത് ഒരു പാട്ട്, 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ പറഞ്ഞത് വേറെ പാട്ട്, 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ വേറൊരു പാട്ട്, വേറെ പള്ളിയിൽ പോയ വേറെ പാട്ട്. അപ്പോൾ ഈ കേട്ടുപതിഞ്ഞ പാട്ടെന്ന് പറയും, കേട്ടുപതിഞ്ഞത്, ആ പാടിപ്പതിഞ്ഞ പാട്ട് നമ്മുടെ ഉള്ളിൽ നാം അതൊരു സാംസ്കാരിക രൂപമായിട്ട് നിലനിന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ടാണ് പള്ളിയിലെ പാട്ടുകൾ തോന്നിയ പോലെ മാറ്റരുത്. അതിൻ്റെ ടോൺ വളരെ ലൈറ്റായിരിക്കണം, അത് കുട്ടികൾക്ക് ഇതായിരിക്കണം. അപ്പോൾ ഞാൻ ഒരു വയസ്സിൽ പള്ളിയിൽ എൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ കേൾക്കുന്ന അതേ പാട്ടായിരിക്കണം ഞാനിപ്പോൾ ഈ 65 വയസ്സായാലും പള്ളിയിൽ പാടുന്നതെങ്കിൽ അവിടെ ഗായക സംഘത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ഛൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് അത് തന്നെത്താൻ പുറത്തേക്ക് വരും. അപ്പം മനുഷ്യനെ കുറിച്ചുള്ള ഈ അറിവുള്ളവരാണ് റുബ്രിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ടെക്സ്റ്റിനെ കുറിച്ച് അവർക്കറിയാം, കണ്ടന്റിനെ കുറിച്ച് അവർക്കറിയാം, മനുഷ്യനെ കുറിച്ച് അവരറിയാം. അപ്പോൾ ഇതെന്തിനാ ഇവിടെ ചുരുട്ടി വെക്കണേ, ഇതെന്തിനാ ഇവിടെ മൂടി വെക്കണേ, തലകുത്തി നിന്നാൽ പോരെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമായിട്ട് വരുന്നത് ആഴത്തിൽ പഠിക്കുമ്പോഴാണ്. അതുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ നിരുത്തരവാദിത്തപരമായിട്ട് ഇറക്കരുത് എന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിൽ അനേകം തെറ്റുണ്ടാവും, പക്ഷേ ഒരു കാര്യത്തിൽ തെറ്റില്ല. സീറോ മലബാർ സഭയുടെ കുർബാന ആരംഭിക്കുന്നത്, അൾത്താര എന്ന് പറയുന്നത് കബറിടത്തിലേക്കാണ് പോകുന്നത്. ഉത്തിതനായ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് ആരാധിക്കുന്നത്. എന്നാൽ ലാറ്റിൻ ചർച്ചിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പത്രോസ്, പെസഹ, കാൽവരിയാണ്. അപ്പം അതുകൊണ്ട് 2 സംസ്കാരത്തിലും 2 ദൈവശാസ്ത്ര പദ്ധതിയിലും വളർന്ന ഇതിനെ രണ്ടിനെയും ആദരിക്കുക, അതാണ് റോമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ നിലപാട്. ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനം കൂടാതെ അൽമായർ അഭിപ്രായം പറഞ്ഞോട്ടെ, വൈദികർ അഭിപ്രായം പറഞ്ഞോട്ടെ,
ദൈവശാസ്ത്രജ്ഞന്മാരായി ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്നവരെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുഃഖാന തിരുനാളിൻ്റെ എല്ലാ ആശംസകളോടെ നിർത്തുന്നു. താങ്ക് യു.